ഡേ 2 എല്ലാവർക്കും സ്വാഗതം. ഇതിൽ നമ്മൾ കുറച്ച് ലൂസനിങ് എക്സസൈസ് അല്ലെങ്കിൽ ശീതളീകരണ വ്യായാമങ്ങൾ പരിചയപ്പെട്ടു. അത് കുറച്ച് പേരെങ്കിലും ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പൊടി തട്ടിയെടുക്കുന്ന രീതിയിൽ യോഗ പഠിച്ചവർക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്ട്രെച്ചിങ്, നിങ്ങൾക്ക് ലൂസനിങ് എക്സസൈസ് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഈ ഒരു സ്ട്രെച്ച് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നല്ല രീതിയിൽ ലൂസനിങ് എക്സസൈസ് ചെയ്തതിനൊപ്പം തന്നെ ഉപകാരപ്പെടുന്ന ഒരു സ്ട്രെച്ചിങ് ആണ്. അത് ഏതാണെന്ന് നോക്കാം. താടാസന സ്ട്രെച്ചിങ്. സിമ്പിളായിട്ട് തോന്നുമെന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ എഫക്റ്റീവാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. നേരെ നിവർന്ന ആദ്യം കൈകൾ രണ്ടും ചേർത്ത് കാലുകൾ ചേർത്ത് നിവർന്ന് നേരെ നിൽക്കാം. രണ്ട് കാലും ഈക്വൽ വെയിറ്റ് കൊടുത്ത് അറിഞ്ഞുകൊണ്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും മുൻപിലൂടെ മുകളിലോട്ട് ഉയർത്തുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. മേലേന്ന് ഒരാൾ കൈപിടിച്ച് വലിക്കുന്ന പോലെ ശരീരത്തെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ സമയത്ത് 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബട്ടക്സ് കോൺട്രാക്റ്റ് ചെയ്യുക, ബട്ടക്സ് ടൈറ്റ് ചെയ്ത് പിടിക്കുക, വയറകത്തോട്ട് പുള്ളിൻ ചെയ്യുക, ചെസ്റ്റ് ലിഫ്റ്റ് ചെയ്യുക, നന്നായിട്ട് മേലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഈ രീതിയിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നോർമൽ ബ്രീത്തിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഒന്നുകൂടി എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ 2 കാലിൻ്റെ ഉപ്പൂറ്റിയും മുകളിലോട്ട് ഉയർത്തുക. കാലിൻ്റെ ഹീൽസ് ഉയർത്തി ടോസിൽ നിൽക്കുക. ഈ പറഞ്ഞ എല്ലാ സ്ട്രെച്ചിങ്സും അപ്പോഴും ഉണ്ടായിരിക്കണം. ബട്ടക്സ് കോൺട്രാക്റ്റ് ചെയ്യുക, വയറകത്തോട്ട് പുള്ളിൻ ചെയ്യുക, ചെസ്റ്റ് ലിഫ്റ്റ് ചെയ്യുക, കൈ മേലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഈ രീതിയിൽ ഒരു 5 മുതൽ 10 കൗണ്ടോ അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡോ സാധാരണ ശ്വസനത്തിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് കഴിഞ്ഞാൽ സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ മുൻപിലൂടെ താഴേക്ക്. ഒന്നുകൂടി റിപ്പീറ്റായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു ചെയറിന് ഒരു കസേരയിൽ പിടിച്ചിട്ടോ അല്ലെങ്കിൽ മതിലിനോട് ചേർന്ന് നിന്നിട്ടോ നിങ്ങൾക്ക് ഇതേ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ശ്വാസം എടുക്കുന്നതിനൊപ്പം 2 കൈകൾ മുകളിലോട്ട് ഉയർത്തി കാലിൻ്റെ ഉപ്പൂറ്റി ഉയർത്തി നന്നായിട്ട് ആ ഒരു ബാലൻസ് ചെയ്ത് നോർമൽ ബ്രീത്തിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യുക. കാഫ് മസിൽസിൽ സ്ട്രെച്ച് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഹാർട്ടിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു പ്രാക്ടീസ് കൂടിയാണ് ഈ ഒരു സ്ട്രെച്ചിങ്. ഈ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ മുൻപിലൂടെ താഴേക്ക്, കാലുകളകത്തി ശരീരത്തെ ഒന്ന് ലൂസൻ ചെയ്ത് ശിഥില താടാസന റിലാക്സേഷൻ ചെയ്യുക. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താടാസന സ്ട്രെച്ചിങ് ആണ് നമ്മൾ ചെയ്തത്. അയ്യങ്കാർ യോഗ സിസ്റ്റത്തിൽ നമ്മൾ പ്രത്യേകം ശീതളീകരണ വ്യായാമങ്ങൾ സത്യത്തിൽ ചെയ്യാറില്ല. അതിൽ താടാസന സ്ട്രെച്ചിങ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യോഗ എന്ന് പറഞ്ഞാൽ യൂണിയനാണ് എന്ന് പറഞ്ഞു. എന്ത് തമ്മിലുള്ള യൂണിയനാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. യോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവാത്മാവ് ആ പരമാത്മാവുമായിട്ടുള്ള യൂണിയൻ എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി, മൈൻഡ് ആൻഡ് സോൾ തമ്മിലുള്ള യൂണിയനാണ്. അങ്ങനെ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ ആ ഒരു ഇൻഡിവിജ്വൽ സെൽഫിനെ ആ ഒരു യൂണിവേഴ്സൽ സെൽഫായിട്ട് യോജിപ്പിക്കാനായിട്ട് സഹായിക്കുന്നത് തന്നെയാണ് ശരിയായ രീതിയിലുള്ള യോഗ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.